നമസ്കാരം. CPM-നെ കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലാക്കിയ മുഖ്യമന്ത്രിയുടെ അപ്രതീക്ഷിത വിദേശമുങ്ങൽ വലിയ ചർച്ചയാവുകയാണ്. CPM-ന്റെ മോദി വിരുദ്ധ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നു എന്നാണ് ദോഷൈക ദൃക്കുകൾ ഈ യാത്രയെ വിലയിരുത്തുന്നത്. 7 ഘട്ടങ്ങളിലായി രാജ്യത്തുടനീളം പൊതുതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രണ്ടാം ഘട്ടം കഴിഞ്ഞ് വിദേശത്തേക്ക് മുങ്ങിയ പിണറായി വിജയൻ CPM-നെ രാഷ്ട്രീയ പ്രതിസന്ധിയിലാക്കുന്നു എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. BJP-യുമായുള്ള അടവു നയത്തിന്റെ പേരിൽ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ കേരള മുഖ്യമന്ത്രിയെ CPM-ന്റെ മറ്റൊരു സംസ്ഥാന ഘടകവും പ്രചാരണത്തിന് വിളിച്ചിരുന്നില്ല. ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മറ്റിടങ്ങളിൽ സ്വമേധയാ പ്രചാരണത്തിന് ഇറങ്ങണമെന്ന് കേരള ഘടകത്തിൽ തന്നെ അഭിപ്രായമുണ്ടായിരുന്നെങ്കിലും BJP-യെയും നരേന്ദ്രമോദിയെയും വെറുപ്പിക്കാതിരിക്കാൻ പിണറായി വിജയൻ വിദേശത്തേക്ക് മുങ്ങുകയായിരുന്നു. മെയ് 4-ന് മുമ്പായി കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർണ്ണമായും സമാപിച്ചിരുന്നത്. എന്നാൽ 3 മുതൽ 7 വരെ വിവിധ ഘട്ടങ്ങളിലായി 11ഓളം സംസ്ഥാനങ്ങളിൽ CPM കോൺഗ്രസിനൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. ഇവിടങ്ങളിൽ CPM ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പ്രചാരണത്തിന് എത്തുമ്പോഴാണ് മുതിർന്ന PB അംഗവും രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ നാടുവിട്ടത്. ഒടുവിലത്തെ ഡൽഹി സമരം ഉൾപ്പെടെ പിണറായി വിജയനുമായി ഒട്ടേറെ തവണ വേദി പങ്കിട്ട അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിക്ക് വേണ്ടി പോലും അദ്ദേഹം പ്രചാരണത്തിന് എത്താതിരുന്നത് BJP-യെയും ED-യെയും ഭയന്നാണെന്ന് വ്യക്തം. മലയാളി വോട്ടർമാർ ഏറെയുള്ള ഡൽഹിയിൽ പോലും പിണറായി വിജയൻ ചെന്നില്ല. അതേസമയം ചില സംസ്ഥാന ഘടകങ്ങൾ പിണറായി വിജയനെ പ്രചാരണത്തിന് വേണ്ടെന്ന നിലപാട് നേരത്തെ കൈക്കൊണ്ടിരുന്നു. കോൺഗ്രസിന് ശക്തമായ സ്വാധീനമുള്ള മുർഷിദാബാദിൽ മത്സരിച്ച CPM ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം, രാജസ്ഥാനിൽ കോൺഗ്രസ് വിട്ടുകൊടുത്ത സിക്കാർ സീറ്റിൽ മത്സരിക്കുന്ന സംസ്ഥാന സെക്രട്ടറി അമ്ര റാം എന്നിവരാണ് പിണറായിയെ വിളിക്കില്ലെന്ന നിലപാട് ആദ്യം മുതൽ സ്വീകരിച്ചത്. രാഹുൽ ഗാന്ധിക്കെതിരെ പിണറായി നടത്തിയ വിമർശനവും വിവിധ കേസുകൾ ഒത്തുതീർപ്പാക്കാൻ BJP-യുമായി രഹസ്യധാരണ ഉണ്ടാക്കിയെന്ന ആരോപണവുമാണ് ബംഗാൾ, രാജസ്ഥാൻ CPM ഘടകങ്ങളെ ചൊടിപ്പിച്ചത്. തൊട്ടടുത്ത തമിഴ്നാട് ഘടകവും പിണറായിയെ പ്രചാരണത്തിന് വിളിച്ചിരുന്നില്ല. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥിതി വ്യത്യസ്തമാണ്. ബീഹാർ, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്ര, ഒഡീഷ, ഹിമാചൽ എന്നീ സംസ്ഥാനങ്ങളിൽ CPM കോൺഗ്രസ് മുന്നണിയുമായി ചേർന്ന് നിൽക്കുകയാണ്. മഹാരാഷ്ട്രയിൽ NCP-യും ജാർഖണ്ഡിൽ JMM-ഉം ഡൽഹിയിൽ AAP-യും ബീഹാറിൽ RJD-യും ഇടതു പാർട്ടികളും UP-യിൽ സമാജ്വാദി പാർട്ടിയും മത്സരിക്കുന്ന സീറ്റുകളിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി കേരള മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രധാന നേതാക്കൾ പ്രചാരണത്തിനെത്തുമെന്ന് പാർട്ടികൾ തമ്മിൽ ധാരണയുണ്ടായിരുന്നു. ഇവിടങ്ങളിലെല്ലാം മോദിക്കെതിരെ പ്രസംഗിക്കേണ്ടതിനാൽ പിണറായി വിജയൻ തലയൂരുകയായിരുന്നോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രവർത്തകരെ കുഴക്കുന്നത്. തമിഴ്നാട്, കർണാടക, തെലങ്കാന, ജാർഖണ്ഡ്, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിമാർ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രചാരണം നടത്തുമ്പോൾ കേരള മുഖ്യമന്ത്രി മാത്രം BJP-യെ ഭയന്ന് ഒളിച്ചോടിയതാണെങ്കിൽ കഷ്ടം എന്നേ പറയാനാവൂ. കോൺഗ്രസുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന പഞ്ചാബിലെ മുഖ്യമന്ത്രി പോലും സംസ്ഥാനത്തിന് പുറത്ത് പല മണ്ഡലങ്ങളിലും ഇന്ത്യ സഖ്യത്തിന് വേണ്ടി പ്രചാരണം നടത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന മുദ്രാവാക്യവുമായി പത്രങ്ങളിൽ ഉൾപ്പെടെ പിണറായി വിജയന്റെ മാത്രം മുഖം വെച്ച് പരസ്യം നൽകിയിരുന്നു. CPM, CPI ജനറൽ സെക്രട്ടറിമാരുടെ പടം പോലും വെക്കാതെ പിണറായിയെ മാത്രം ഉയർത്തിക്കാട്ടുകയായിരുന്നു പരസ്യത്തിന്റെ ലക്ഷ്യം. അങ്ങനെ ദേശീയ പ്രതിച്ഛായ ഉണ്ടാക്കിയെടുത്ത ഒരാൾ എന്തുകൊണ്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബാക്കി 5 ഘട്ടങ്ങളും അവഗണിച്ച് നാടുവിട്ടു എന്ന ചോദ്യം CPM-ന് ഉത്തരം മുട്ടിക്കും. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കള്ളി വെളിച്ചത്താക്കി CPM-നെ BJP-ക്ക് പൂർണ്ണമായും അടിയറ വെച്ച ഒരാളായി പിണറായി വിജയൻ ചരിത്രത്തിൽ ഇടം പിടിക്കും എന്നാണ് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നത്. തീർത്തും സ്വകാര്യ ആവശ്യങ്ങൾക്കായി സിംഗപ്പൂർ, ഇന്തോനേഷ്യ, ദുബായ് എന്നീ 3 രാജ്യങ്ങൾ കുടുംബസമേതം കറങ്ങാൻ പോയ മുഖ്യമന്ത്രി ആരെയും വിശ്വാസമില്ലാത്തതിനാൽ ചുമതല പോലും ആരെയും ഏൽപ്പിക്കാതെയാണ് കടൽ കടന്നത്. ദുരൂഹമായ ഈ യാത്ര തന്നെയാവും വരും ദിവസങ്ങളിൽ കേരളം ഗൗരവമായി ചർച്ച ചെയ്യുക എന്നുറപ്പ്.